ശ്രീ എം.ആർ. അഭിലാഷ്, ഇപ്പൊ ശരി, കോടതി ഇത് പരിഗണിക്കുന്നു, കോടതി ഇത്ര രൂക്ഷമായ പരാമർശങ്ങൾ നടത്തുന്നു, കോടതി ജാമ്യം നൽകുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ശരി. പക്ഷെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചോദിച്ചതുപോലെ, നമ്മൾ ഇതിനു മുൻപ് പലതവണ ചോദിച്ചതുപോലെ, ഒരു MLA-ക്ക് ഈ പുറത്തു വന്ന മുഴുവൻ തെളിവുകളും അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും എന്നതിരിക്കട്ടെ, തെളിവുകൾ എന്നത് ഞാൻ മാറ്റി നിൽക്കുന്നു, എന്റേതല്ല എന്നൊരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ സംഘടന അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല ഔദ്യോഗികമായി. അതിന് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പൊതുപ്രവർത്തകനാണ്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ യുവജനങ്ങൾക്ക് മാതൃകയാകണം എന്നുള്ളതാണ് സങ്കല്പം എന്നിരിക്കെ ഇത്തരം കാര്യങ്ങൾ മുഴുവനും പുറത്തു വന്നിട്ട് ഇത് എന്റേതല്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം പോലും ഇല്ലാത്ത പ്രിവിലേജ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്? മധു, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം പ്രതീക്ഷയോടുകൂടി വളർന്നു വന്നു, പാർട്ടി പ്രൊമോട്ട് ചെയ്തു, ജനങ്ങൾ തെരഞ്ഞെടുത്തു, മറ്റു തൊഴിലുകളൊന്നുമില്ല, രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ തൊഴിലായി കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയം തൊഴിലാക്കിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരന്റെ വിയർപ്പിൽ നിന്നാണ് സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതും സ്വന്തം പുഷ്ടി നിലനിർത്തുന്നതും. അങ്ങനെ ഒരു വ്യക്തി, ഒരു പൊതുജന സേവകനായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് ഇത്രയധികം അലിഗേഷൻസ് ഉയർന്നു വരിക, ഇപ്പോ വിചാരണ കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് അന്വേഷണത്തിനെ തടസ്സം വരുത്താൻ വരെയും പ്രാപ്തിയുള്ള ആളെന്നുള്ള ഒരു ഫൈൻഡിംഗ് ഉണ്ട് ഇവിടെ. അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ നിഷേധിച്ചിരിക്കുന്നത്. ഇത്ര പ്രബലനായ ഒരു വ്യക്തിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിലുള്ള പരാതികൾ വരികയുണ്ടായി. സംഘടനയ്ക്കുള്ളിലുള്ളവർക്ക് തന്നെ അറിയാം ഇദ്ദേഹത്തിനെതിരെ എത്ര ഗുരുതരമായി, എത്ര നിരന്തരമായിട്ട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ളത്. ഇവരൊക്കെ തന്നെ, നേതാക്കളൊക്കെ തന്നെ, പ്രബലരായിട്ടുള്ള നേതാക്കൾ സംരക്ഷണ കവചം ഒരുക്കി നിർത്തുകയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അതിനെന്താ ഒരു പോയിന്റ് ഓഫ് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുമല്ലോ, ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഇത് ഈ ആരോപണങ്ങളുടെ തീവ്രത വരുമ്പോ സ്വാഭാവികമായിട്ടും അത് ജനസമക്ഷത്ത് വരുന്നു. അത് പെട്ടെന്നൊരു ദിവസം പൊങ്ങി വന്നതല്ല. നിരന്തരമായിട്ട് ജനങ്ങൾ, പലരും, നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെ തന്നെ അവസാനം പുറത്തു വരികയാണ് ഉണ്ടായത്. എന്നിട്ടും അദ്ദേഹത്തിനെ MLA എന്നുള്ള പദവി രാജിവെപ്പിക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. പക്ഷെ പാർട്ടിക്ക് അദ്ദേഹത്തെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ കഴിയും. MLA ആയിട്ട് തുടരുന്നു. ഏതൊരു കുറ്റാരോപിതനും പോലീസിന്റെ പിടിയിൽപ്പെടാതെ മാറി നിന്നുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കരുതാൻ കഴിയും. ഇവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം MLA ആയിട്ട് കൂടി നാളുകളോളം ഒരു കുറ്റവാളിയെ പോലെ ഒളിഞ്ഞു നിന്നുകൊണ്ട്, MLA അത്ര കൺവിക്ഷൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുമായിരുന്നു. നിയമ നടപടി എന്തായാലും അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നിട്ട് സ്വന്തം സൈബർ വൃന്ദങ്ങളെ അഴിച്ചുവിട്ടുകൊണ്ട് ഇത്തരത്തിൽ പരാതിക്കാരിക്കെതിരെ, അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ സംസാരിച്ച വളരെ പ്രബലരായിട്ടുള്ള, ബഹുമാനം ആർജിക്കുന്ന നേതാക്കൾക്കെതിരെ ഒക്കെ തന്നെ ഇത്തരത്തിൽ സൈബർ അധിക്ഷേപവും വേട്ടയും ഡെഫമേറ്ററി സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ നടത്തി അവസാനം കോടതി ഇത് പരിഗണിച്ച് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കുന്ന ഒരു അവസരം, അത് നിരസിക്കുമെന്ന് ഉറപ്പാകുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ തലത്തിലേക്ക് പോയപ്പോൾ പൊതുജനങ്ങളുടെ പ്രതിഷേധവും കണക്കിലെടുത്ത് അവസാനം പാർട്ടിക്ക് അദ്ദേഹത്തിനെ എക്സ്പെൽ ചെയ്യേണ്ടി വരുന്നു. ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഒന്നും തന്നെ പോകാതെ തന്നെ ഒരു നേതാവിനെ നിലയ്ക്ക് നിർത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഇത് വ്യാപകമല്ലേ മധു? ഒരാളൊന്നും അല്ലല്ലോ. നിരന്തരമായിട്ടൊരു സംഘടനയിൽ, ഒരു രാഷ്ട്രീയ സംഘടനയിൽ നിരന്തരമായിട്ട് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നു. അവരൊക്കെ കണ്ണടച്ച് സംരക്ഷണ കവചം തീർക്കുന്ന ഒരു അവസരത്തിലാണ് ഇത് പബ്ലിക് സ്പേസിലേക്ക് ഇത് വരികയുണ്ടായത്. നേരത്തെ അഭിനേത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടും അദ്ദേഹത്തിനെ സംരക്ഷിക്കുവാൻ ആൾക്കാരുണ്ടായിരുന്നു. ഷേക്സ്പീരിയൻ നാടകങ്ങളിൽ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്ന ഒരു സങ്കല്പന ഉണ്ട്. അതായത് ഇപ്പോ മാക്ബത്ത് വലിയ അംബീഷ്യസ് ആയിരുന്നു. ഒരു ധാർമ്മികതയ്ക്ക് അതീതമായിട്ടുള്ള, തീവ്രമായിട്ടുള്ള, അംബീഷ്യസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കണ്ടക്റ്റാണ് അദ്ദേഹത്തിന്റെ പതനത്തിലേക്ക് നയിച്ചത്. അതുപോലെ തന്നെ ഒഥല്ലോ വലിയ സംശയാലുവും അസൂയാലുമായിരുന്നു. അങ്ങനെ ഷേക്സ്പീരിയൻ നാടകങ്ങളിലെ നായകന്മാരുടെയൊക്കെ പതനത്തിലേക്ക് നയിക്കുന്ന അവരുടെ ഒരു ദുരന്ത ഹേതുവാണ്. ഇത്രയധികം പ്രതീക്ഷകൾ ഉയർത്തിയ, വാഗ്മിയായി എല്ലാവർക്കും ഇഷ്ടം തോന്നിയിട്ടുള്ള, ഇത്ര സ്വീകാര്യത ആർജിച്ചെടുത്ത ഒരു നേതാവ് ഇതുപോലൊരു ക്രിമിനൽ പെർവേർഷന്റെ ഇരയായി നിരന്തരമായിട്ട് ജനങ്ങളുടെ സമാധാനം കെടുത്തി അവർക്കെതിരെ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നൊരു ആരോപണത്തോടുകൂടി അവസാനം ഒരു മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരവസരത്തിൽ പുറത്തേക്ക് പോകേണ്ടി വരുന്നത് തികച്ചും ഒരു രാഷ്ട്രീയമായിട്ട് ഇത്രയും നാൾ ഇയാൾ ഇവിടെ നിലനിന്നിരുന്നു, ഇയാൾക്കെതിരെയുള്ള പരാതികൾ കേൾക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ
നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന്റെ തന്നെ നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു പരാജയമാണ് ഇയാൾ എങ്ങനെ വളർന്നു വന്നു എന്നതിനെ ആ പാതയൊന്നു പോലും പരിശോധിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. എനിവേയ്സ്, അദ്ദേഹത്തിന് ഇപ്പം ഹൈക്കോടതിയിലേക്ക് പോകുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ അറസ്റ്റിലായില്ല എന്നുണ്ടെങ്കിൽ അപ്പീൽ ഹർജി ഹൈക്കോടതിക്ക് പരിഗണിക്കാൻ കഴിയും. കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹത്തിനെതിരെ വളരെ ഗൗരവകരമായിട്ടുള്ള എവിഡൻസ് റെക്കോർഡിലുണ്ട് എന്നത് കണ്ടെത്തിയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചിരിക്കുന്നത്. ഇതൊരു മാതൃകയും ഇതൊരു ഉദാഹരണവും നാളേക്ക് ഇതൊരു വാണിംഗുമാണ്. കാരണം പൊതുജീവിതത്തിൽ രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കി എടുത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളുടെ മുമ്പിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ അവർക്കതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇദ്ദേഹത്തിന്റെ സമീപനം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എന്തൊരു ധിക്കാരമായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാഷ. അപ്പൊ ഇത്തരത്തിൽ തന്നോട് ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെ കുറിച്ച് ചോദിക്കുന്നവരോട് വരെയും പരിഹാസം നിറഞ്ഞ, കുറ്റം നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ മറുപടിയോടുകൂടി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു ആർമിയുണ്ട്, ഒരു സേനയുണ്ട് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ്. വൈകിയ വേളയിലെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, വലിയ പ്രബലരായിട്ടുള്ള നേതാക്കന്മാർക്ക് പുറകോട്ട് മാറി വന്ന് ഇദ്ദേഹത്തിന് സംരക്ഷണ കവചം തകർന്നു പോകേണ്ടി വരുന്നതിൽ അവർക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എനിവേയ്സ്, നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇനി ആർക്കും ഇത്തരത്തിലുള്ള ദുരന്താനുഭവം രാഷ്ട്രീയക്കാരിൽ നിന്നുണ്ടാകാതെ ഇരിക്കട്ടെ. തീർച്ചയായും ആ ഗ്രൂപ്പിന്റെ, ആ ഗ്യാങ്ങിന്റെ തിണ്ണമെടുക്കും മസിൽ പവറും ഒക്കെ ഇന്നലെയും അതിന് മാധ്യമപ്രവർത്തകർക്ക് ഇരയാകേണ്ടി വന്ന സാഹചര്യമുണ്ടായിരുന്നു. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പാലക്കാട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തെ തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അത്രമേൽ അസഹിഷ്ണുത കാണിക്കുന്ന ഒരു ഗ്രൂപ്പിനെ, ഒരു കയ്യാങ്കളിക്ക് പോലും മുതിരുന്ന തരത്തിലുള്ള ഗുണ്ടാ ഗ്രൂപ്പിനെ ഇന്നലെ അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതായത് ഇന്നലെയാണെന്ന് ഓർക്കണം. മുൻകൂർ ജാമ്യ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിച്ചതിന് ശേഷം ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ഉണ്ടാകാം എന്നത് പോലും പരിഗണനയിലിരിക്കുന്ന സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ക്രിമിനൽ പ്രവർത്തനം നടത്താൻ തയ്യാറാകുന്ന ഒരു സംഘത്തെ അവിടെ വളർത്തിയെടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് അത്ഭുതത്തോടു കൂടി അല്ലാതെ നോക്കി കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അത്ഭുതമാണ്, സത്യമായും അത്ഭുതമാണ് അങ്ങ് പറഞ്ഞതുപോലെ.